ഇത് ഷോക്കാർഡിന്റെ അടിയിൽ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ഫോട്ടോയാണ്. ഇത് പ്രദീപ് എന്ന് പറഞ്ഞൊരു മുതലാളി ഉണ്ട്, ട്രൂപ്പിന്റെ മുതലാളി. പുള്ളി ഈ ഫോട്ടോ ഹൈലൈറ്റ് ആക്കി വെച്ചു ഷോക്കാർഡിൽ. ഈ ഫോട്ടോ കാണിച്ചാൽ പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നത്. ഇത് കടിക്കും ചോറെണ്ണാൻ പറ്റും. ആ സാർ ഇപ്പോഴും അതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ അത്ര പേടിച്ചു അങ്ങനത്തെ ഈ മുടി ഇപ്പൊ കണ്ട അതിനിടയ്ക്ക് നോബിയെ ഈ തൃശ്ശൂരിൽ എവിടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, ഏതൊരു ട്രൂപ്പിൽ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായില്ലേ, അതായത് പൊളിഞ്ഞു പാളീസായി പോയി. അത് എല്ലാ ജില്ലയിലും ഉണ്ട്. അത് എല്ലാ ജില്ലയിലും, അവിടെ മാത്രമല്ലല്ലേ? അതല്ല, അത് ഭയങ്കരമായിട്ട് പൊളിഞ്ഞ പരിപാടിയായിരുന്നു. അത് ഞാൻ അല്ല, നമ്മൾ ഈ പൊളിഞ്ഞതിൽ സൂപ്പർ റെക്കോർഡ് അതായിരുന്നു. അല്ല സാറേ, അത് വേറെ ഉണ്ടല്ലോ. അല്ല, ഞാൻ ഈ പരിപാടി സത്യത്തിൽ കളിക്കാൻ പോയല്ല, കാണാൻ പോയാണ്. കാണാൻ പോയി എന്നെ കൂടെ പിടിച്ച് വിരട്ടി കളഞ്ഞവന്മാര്. ഞാനാ ഒരു ട്രൂപ്പില് പണ്ട്. എന്നിട്ട് സാറിനറിയാമോ, അന്ന് ഞാൻ ഇവിടുന്ന് അവരോട് ഈ പരിപാടി കാണാൻ പോയി. തൃശ്ശൂർ പോയി പരിപാടി പൊട്ടി ഒരു പള്ളിയിലായിരുന്നു. പ്രോഗ്രാം പൊളിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പം ഇതിന്റെ വിഷമം മാറാൻ വേണ്ടി പോട്ടയിൽ കയറി ഒരാഴ്ച ധ്യാനം ഇരുന്നിട്ട്. അത് ഭയങ്കര അത്ഭുതം. ഒരു മിമിക്രി ആർട്ടിസ്റ്റ് പോട്ടയിൽ പോയി ധ്യാനം ഇരുന്നു അല്ലേ? ഞാൻ അവിടെ ചാലക്കുടി ഇറങ്ങി, ചാലക്കുടി ഡിവൈനിൽ ഇറങ്ങി ഒരു ആഴ്ച ഞാൻ ധ്യാനം എടുത്തിട്ട് ഞാൻ തിരിച്ചു. അല്ല, അത്ര വിഷമമായിട്ടാണോ? ഇല്ല, ഒന്ന് നന്നാവാന്ന് വിചാരിച്ചു. ഒന്ന് നന്നായിക്കൂടെ അല്ലേ? അല്ല, ഇത് നോബിക്ക് അങ്ങനെയും തോന്നിയിട്ടുണ്ടോ ഒന്ന് നന്നാവണമെന്ന്? നോബിയൊക്കെ ഇനി എങ്ങനെ നന്നാവും അല്ലേ? അതിലെ മാക്സിമം നന്നായിരിക്കണം അല്ലേ? അത് ഇത് നീ കൂടുതൽ നന്നാകാനുണ്ടോ? അല്ല സാർ, ഏറ്റവും വലിയ സംഭവം എന്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ ഒരു പള്ളിയിൽ അച്ഛനാക്കണമെന്ന്. ആഗ്രഹം ഭയങ്കര ആഗ്രഹമായിരുന്നു, നടക്കാതെ പോയൊരാഗ്രഹമായി പോയി. പക്ഷെ നോബി പള്ളിയിലച്ഛനായിരുന്നെങ്കിൽ ഈ നല്ലവരായ പള്ളിയിലച്ഛന്മാർക്ക് എന്തെല്ലാം സങ്കടങ്ങൾ ഉണ്ടായത് ഞാനത് ആലോചിക്കുന്നത്. ഒരു പള്ളിയിലച്ഛനോട് ചോദിക്കാം, അച്ഛോ ഈ നോബി ഒരു ഫാദർ നോബി കുര്യാക്കോസായിട്ട് കാണാൻ പറ്റുമോ? വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇനി സാധിക്കും തോന്നല്ല. ഇല്ലല്ലേ? അല്ല, ഇത് നോബി ഇറങ്ങിയിരുന്നെങ്കിലേ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും, ഫാദറിന്റെ ഒക്കെ നമ്മുടെയൊക്കെ പണി പോയനെ. അത് വേറെ സംഭവം എന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ ആയില്ലെങ്കിൽ പോലും അമ്മച്ചി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വലിയ വിശ്വാസിയാണോ? ഭയങ്കര വിശ്വാസമാണ് സാർ. എനിക്കത് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഡെയിലി 2 നേരം പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോ എപ്പോഴൊക്കെ അത് രാവിലെയും പ്രാർത്ഥിക്കും, രാത്രിയും പ്രാർത്ഥിക്കും. അപ്പൊ രാവിലെ എനിക്ക് പണി കൊടുക്കാൻ വേണ്ടിയുള്ള സാർ എന്റെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് പ്രാർത്ഥന. എന്റെ ജീവിതത്തിൽ ഞാൻ രാവിലെ പ്രാർത്ഥിക്കാതെ 2 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. ആ 2 പ്രാവശ്യം എനിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാതെ എനിക്കൊരു പരിപാടിയില്ല. ഈ അഖിലിനെ പരിചയപ്പെട്ടപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിറങ്ങിയ എനിക്കൊന്ന് പ്രാർത്ഥിക്കാത്ത ദിവസം ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞില്ലേ? അതായിരിക്കും സാധ്യത. നോബിയുടെ അമ്മച്ചിയെ പറ്റി പറയുമ്പോഴേ, നോബിയുടെ വീട്ടിൽ ചെന്ന് കയറുമ്പം ഒരു ഇറാവണം. ലെഫ്റ്റ് സൈഡിലാണ് റൂമാണ്. അവിടെ ഈ പൊക്കത്തിലൊരു പാട്ടയുണ്ട്, പലഹാരപ്പാട്ട എന്നാണ് ഞാൻ പറയണത്. അതിനകത്ത് വെട്ടുകേക്ക്, പപ്സ്, അച്ചപ്പം, മുറുക്ക് ഇത് അടക്കി വെച്ചിട്ടുണ്ട്. ഇവന്റെ 30 വയസ്സിലും ആ വീട്ടിൽ ഉണ്ടായിരുന്നു. 40 വയസ്സാകുമ്പോഴും ഈ പലഹാരപ്പാട്ട നിറച്ചു വെച്ചേക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ വീട് ചെറിയ വീടാണ്. അപ്പൊ എന്റെ വീട്ടിൽ വേറെ ആട്ടിച്ചെളി ചുരുക്കമാണ്. അതൊക്കെ വീട്ടിലായിരുന്നു. കറണ്ടൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ അപ്പൻ ഹാർമോണിസ്റ്റ് ആണ്. അപ്പൊ പപ്പ കാക്കാരി ചാണത്തിൽ ഹാർമോണിയം വായിക്കാൻ പോകും. അപ്പൊ അല്ല, അത് നോബി എന്തോ ഒരു ഇന്റർവ്യൂ തിരിച്ചിരിക്കുന്നുണ്ടോ? ഹാർമോണിസ്റ്റിന്റെ മകനാണല്ലേ? അല്ല, റബ്ബർ ടാപ്പിംഗുകാരൻ കൂടിയായിരുന്നു അല്ലേ? അത് പിന്നെ അത് പറയാൻ വിട്ടു എന്നുള്ളതിൽ ഓർപ്പിക്കുന്നുണ്ട്. പപ്പ ടാപ്പിംഗ് ആയിരുന്നു. അപ്പൊ ഈ പിന്നെ രാത്രി കാക്കാരി ചാടത്തിന് ഈ വിൽക്കലാമേള അതിനൊക്കെ ഹാർമോണിയം വായിക്കും. വെളുപ്പിന് വെട്ടാനും പോണം പപ്പയ്ക്ക്. അപ്പൊ ഈ കാക്കാരി ചാടത്തില് എല്ലാ ദൈവങ്ങളും ഉണ്ടല്ലോ കാക്കാരി ചാടത്തിൽ. അപ്പം ഇവരൊക്കെ പിന്നെ ഇനി വരും വീട്ടിൽ വന്ന് കിടന്നു കഴിഞ്ഞാൽ രാവിലെ MC റോട്ടിൽ വണ്ടി കിട്ടുമല്ലോ. പുതിയ ആൾക്കാർക്ക് അറിഞ്ഞൂടാ ഈ കാക്കാരി ചാടം. വലിയ ഉപദേശങ്ങളാ. അപ്പൊ ഞാനും പരിപാടിക്ക് പോകും. അപ്പൊ പരിപാടിക്ക് പോയിട്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് രാത്രി വന്ന് കയറുമ്പം എനിക്ക് എന്റെ റൂമിൽ പോകണം. അപ്പം വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഹാളായതുകൊണ്ട് എല്ലാരും ഇവിടെ കിടപ്പുണ്ട്. അച്ഛന്റെ പരിപാടി പ്രോഗ്രാം ഇവര് കിടപ്പുണ്ട് ഇവിടെ വെളിയില്. ശിവൻ, നാരദൻ, അല്ലല്ല നമുക്കറിയാലോ. ഇവരെല്ലാരും എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ വെളുപ്പിന് ചെല്ലുമ്പോ ഈ ലൈറ്റ് ഇല്ലാത്തോണ്ട് ചെറിയ ഇതിലാണ് ഞാൻ നാരദനെ ചവിട്ടാതെ പോടാ കാര്യേ. എനിക്കെല്ലാരും അറിയാലോ. അപ്പൊ അങ്ങനെ ഇവരുടെ പേരല്ലേ നാരദനെ ചവിട്ടാ പോലെ ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാം. പക്ഷെ പേടിക്കാതെ കിടക്കാം, മൊത്തം ദൈവങ്ങളെ കൂടെ അല്ലേ കിടക്കണം, ഒരു പ്രശ്നമില്ല. പിന്നെ അവർക്കൊക്കെ ഭയങ്കര ഫാൻസാണ് സാർ പണ്ട് ആകാശനാടകത്തിന്. അന്നൊക്കെ ഹിറ്റല്ലേ, അറിയാം.